കാട്ടാനകൾക്കിടയിൽ ജീവൻ പണയപ്പെടുത്തിയുള്ള ജീവിതമാണ് ആറളം ഫാമിലി ജനങ്ങളുടേത്. ആനമതിൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്ന സർക്കാർ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. 10 വർഷത്തിനിടെ 14 പേർക്കാണ് ഈ ഫാമിൽ ജീവൻ നഷ്ടമായത്. വീടിന്റെ മുറ്റത്ത് വായ ആന ഓടിച്ചിട്ട് പോകുന്നില്ല. ആന വായ തന്നെ തിന്നോണ്ടിരിക്കും. ഓടിച്ചാലൊന്നും അവന് പോവില്ല. അവര് ഓടിച്ചു കൊണ്ട് അങ്ങാക്കും. ആന രാത്രിയാകുമ്പോ പിന്നെ ഇറങ്ങി വരും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൺമുന്നിൽ കാട്ടാനകൾ. ഭീതിയോടെ മരണം മുന്നിൽ കണ്ടുള്ള ജീവിതം. മിഞ്ഞാന്ന് ആങ്ങളെന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് ആന നിന്നു. ഓടിച്ചിട്ടൊന്നും ആന പോകുന്നില്ല. അവര് കുറച്ച് മാത്രമേ ഓടെ തെളിച്ചിട്ടുള്ളൂ. ആ മൊത്തം തെളിച്ച് തീയലിട്ട് കരിക്കുവാണെങ്കിൽ അത് ആന കുറച്ചെല്ലാം നീങ്ങിപ്പോയന്. കണ്ടു വേലിയിട്ട് പോലും അതൊന്നും ആനക്ക് പില്ലാണ്. അതല്ല കടന്ന് ആന വരുന്നത്. ഇതാണ് ലീലയുടെയും വെള്ളിയുടെയും വീട്. കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ 2 പേർ. പക്ഷേ ഇവരുടെ വീടിന്റെ പരിസരത്ത് ഇപ്പോഴും കാട്ടാന സ്ഥിരമായി എത്തുന്നുണ്ട്. പിള്ളേര് പടക്കം പൊടിച്ചപ്പോൾ ആന നമ്മളെ വീടിന്റെ മുമ്പിലോട്ട് ഓടി വന്നു. ഓടിച്ച് ഞാൻ പിള്ളേരെല്ലാം അകത്ത് കയറി. കുട്ടികൾക്ക് വരെ ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോകാൻ വരാൻ പറ്റുന്നില്ല. ഒറ്റ പിള്ളേർ പോകുന്നില്ല. ഇപ്പോൾ പേടിച്ചിട്ട് ബസ്സിൻ്റെ അടുത്ത് മറ്റേ കാറിൻ്റെ അടുത്ത് പിള്ളേരെ കൊണ്ടുപോകുന്ന ജീപ്പിൻ്റെ അടുത്ത് എല്ലാം ഈ ആന ശല്യം കൊണ്ട്. ഏപ്രിൽ മാസത്തിനുള്ളിൽ ആനമതിൽ പൂർണ്ണതോതിൽ നിർമ്മിക്കുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ്. പക്ഷേ നിർമ്മാണം പാതി പോലും പൂർത്തിയായിട്ടില്ല. ആന വരുന്നുണ്ട്. ആനയുള്ളൂ, വേറെന്തള്ളു. പേടിച്ചാണോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണോ? രാത്രി ഇറങ്ങാൻ പറ്റില്ല. വനം വകുപ്പ് തുരത്തുന്ന ആനകൾ വീണ്ടും തിരികെ എത്തും. ആനമതിലാണ് ശാശ്വത പരിഹാരം. 2-3 തവണ വന്നു. പിന്നെ അവർ വന്നിച്ച് ഈ പടക പൊടിച്ച് കൊണ്ടു ഓട്ടിക്ക്. പിന്നെ വൈകുന്നേരത്തിന് പിന്നെ വരും. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നമുക്ക്. നേരം വെളുക്കുന്നവരെ തീയെല്ലാം ഇട്ടിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ആ വീട്ടുകാരെ ഒരു വായും പറിച്ചാണ് നമ്മളെ പാത്രട്ട് വന്നിച്ച് ചക്കയില പറിച്ചു തിന്നിച്ച് പോയി. 10 വർഷത്തിനിടെ 14 പേരുടെ ചോര വീണ മണ്ണിൽ ഇനിയും പരിഹാരം വൈകരുത്. ഇവിടെ വന്ന് താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ നൽകിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുമ്പോഴും അടിയന്തര നടപടി മാത്രം ഉണ്ടാവുന്നില്ല. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.